ഹെൽത്ത് കെയർ മേഖലയിൽ സാലറി കുറഞ്ഞൊന്നും സത്യം തന്നെയാണോ? ഒരു സംശയമില്ല. കാരണം ആ മേഖലയിലേക്ക് പല പല കോഴ്സുകൾ 1 മാസത്തെയും 2 മാസത്തെയും 1 വർഷത്തേക്ക് കോഴ്സ് പഠിച്ചു വരുന്ന ആയിരക്കണക്കിന് കുട്ടികളാണ് ഓരോ വർഷവും വരുന്നത്. സ്വാഭാവികമായിട്ടും സാലറി സ്കെയിൽ കുറയില്ലേ? പക്ഷെ അതിലൊരു നോട്ടീസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധാ കോഴ്സ് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് എൻട്രി സാലറി കിട്ടി 2-3 വർഷം കഴിയുമ്പോഴും ആ സാലറിയിൽ വലിയ അനക്കം സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നതും വരാൻ പോകുന്നതുമായ മാറ്റങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കോഴ്സുകൾ പഠിക്കുകയാണ്. ഇപ്പൊ അമേരിക്കൻ PG ഡിപ്ലോമ പോലത്തെ AI ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ പഠിക്കുന്നു. ആ ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സിലബസ് ആണ്. അങ്ങനെ നോളജ് നേടിയിട്ടുള്ള ആൾക്ക് എന്താ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻട്രി സാലറിയിൽ ചിലപ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാവില്ലെങ്കിലും 1 ഇയർ 2 ഇയർ 3 ഇയർ ആകുമ്പോഴേക്കും അവരുടെ സാലറി ഒരു കരിയറായിട്ട് അത് പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ സാലറി സ്കെയിലും ലെവലും അഡ്വാൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്ത് പഠിക്കണു എന്നനുസരിച്ചാണ് നമുക്ക് കിട്ടുന്ന ജോലിയും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗ്രോത്തും തീർച്ചയായിട്ടും.